കോഴിക്കോട് മുഴിക്കൽ പൂതൻകുഴി മീത്തൽ വീട്ടിൽ നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ സഹോദരി പുത്രൻ അതിനാൽ ജീവൻ ഒടുക്കിയ സംഭവം വലിയ വാർത്തയാണ്. നസ്രീന 16 വയസ്സുള്ള കുട്ടിയാണ്. 15 കഴിഞ്ഞതേ ഉള്ളൂ. 10ാം ക്ലാസ് പാസ് ആയി. 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടിയാണ്. മാർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് നസ്രീന. അവരുടെ പിതാവ് വിദേശത്താണ്, വിദേശത്ത് ജോലിയാണ്. കുടുംബ വീട്ടിലാണ്. വല്യപ്പയുണ്ട്, വല്യുമ്മയുണ്ട്, നസ്രീനയുടെ ഉമ്മയുണ്ട്, സഹോദരങ്ങളായ 2 പേര് ആ വീട്ടിലുണ്ട്. കുട്ടികളാണ് അവർ. വീട്ടിൽ വല്യപ്പ കാസർഗോഡ് കണ്ണൂരൊക്കെ ബിസിനസ്സിന് പോകുന്നതുകൊണ്ട് വീട്ടിൽ ആൾക്കാർ കാണില്ല. വല്യമ്മയും നസ്രീനയും അവരുടെ ഉമ്മയും 2 സഹോദരങ്ങളെ ഉള്ളൂ കൂട്ടിനായിട്ട്. അതിനാൽ കഴിഞ്ഞ 7 മാസമായി ആ വീട്ടിലുണ്ട്. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. വല്യപ്പ ബിസിനസ്സിന് പോവും. അത് ഈ പെൺകുട്ടിയുടെ ബാപ്പ വിദേശത്താണ്. ആ സാഹചര്യത്തിലാണ് ഇയാൾ അവിടെ താമസിക്കാൻ വന്നത്. ഇയാൾ പഠിക്കാനൊക്കെ പുറകോട്ടാണ്. 7 മാസമേ ആ വീട്ടിൽ നിന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഈ വാർത്ത വരുന്ന അന്ന് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് വാർത്ത വന്നത്. തിങ്കളാഴ്ച ആ വീട്ടിൽ ഒരു ഭക്ഷണം എല്ലാവർക്കും വിളമ്പുന്ന ഒരു ചടങ്ങ് ബന്ധുക്കളെല്ലാവരെയും വിളിച്ചു. ആ ചടങ്ങിന് അതിനാൻ വന്നില്ല. കാരണം 7 മാസം മുമ്പ് ചില ആരോപണത്തിൻ്റെ പേരിലാണ് അയാളെ അവിടെ നിന്ന് പുറത്താക്കിയത്. അത് ഈ കൊല്ലപ്പെട്ട നസ്രീന ആ വീടിൻ്റെ 2ാം നിലയിൽ കിടക്കുമ്പോൾ ഇയാൾ ചില മോഷണ ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ കണ്ടു. അത് വീട്ടിൽ പറഞ്ഞു. അതിനുശേഷം ഇയാളുടെ അതിനാലിൻ്റെ വീട്ടിൽ ചെന്ന് ഇവർ വഴക്കുണ്ടാക്കി 50,000 രൂപ മോട്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അത് ഇവനെ ഉപദ്രവിച്ചു അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ഷേപമുണ്ട്. ഏതായാലും ആ വീട്ടിലെ താമസം അവൻ മതിയാക്കി. അവൻ്റെ പിതാവിൻ്റെ ഒപ്പം അവൻ താമസമാക്കി. പിതാവിന് അവിടെ ഒരു വർക്ക്ഷോപ്പിൽ ജോലിയാണ്. ആ പിതാവും ഇവനും പിതാവിൻ്റെ ഒപ്പമാണ് ഇവൻ താമസിക്കുന്നത്. ഇവിടെ ഈ സംഭവ ദിവസം തിങ്കളാഴ്ച രാത്രിയിൽ ആ വീട്ടിലൊരു പാർട്ടി നടത്തി. മുത്തശ്ശിയും മകളും അവർ ബന്ധുക്കളെല്ലാവരും വിളിച്ചിരുന്നു. വീടിൻ്റെ മുൻവശത്ത് ഒരു പന്തലൊക്കെ ഇട്ട് അവിടെ വെളിയിൽ കസേരയും മേശയൊക്കെ ഇട്ട് അവിടെയായിരുന്നു ആ പാർട്ടി നടന്നത്. ബന്ധുക്കളെല്ലാവരും വിളിച്ചു. പക്ഷേ ആ സംഭവത്തിന് അതിനാൻ വന്നില്ല. അയാളെ വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. 7 മാസം ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീടിൻ്റെ ഉള്ള CCTV ദൃശ്യങ്ങളെല്ലാം അത് ഇവൻ്റെ മൊബൈലിലായിരുന്നു ഫീഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവൻ അപ്പോൾ അറിയും. അവൻ വെളിയിൽ പോയാലും ഇവിടെ കഴിഞ്ഞ 7 മാസം അങ്ങനെയായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ആ വീട്ടിലെ പാർട്ടിക്കൊക്കെ ഇവരെ വിളിച്ചിട്ട് ഇവൻ വന്നില്ല. കാരണം CCTV കൂടെ അവൻ എല്ലാം ആരൊക്കെ വന്നു എന്നൊക്കെ അവന് കാണാം. അത് ലിങ്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മൊബൈലിലാണല്ലോ. അവന് 2 മൊബൈലുണ്ട്. ഒന്ന് വാട്സാപ്പൊക്കെ ഉള്ള മൊബൈലിൽ ഇത് ലിങ്ക് ചെയ്തൊരെണ്ണമുണ്ട്. പിന്നെ അവൻ സാധാരണ ഉപയോഗിക്കുന്നൊരു മൊബൈൽ അവനുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയോട് അവന് ചില വൈരാഗ്യം തോന്നിയിട്ടുണ്ടാവണം. കാരണം മോഷണക്കാരനാണ് ഇവന്, കൂട്ടുകെട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് അവനെ അവിടുന്ന് പുറത്ത് ചാടിച്ചത് ഈ പെൺകുട്ടിയാണ്. 50,000 രൂപ എടുത്തുന്നൊരു കള്ളക്കഥ ഉണ്ടാക്കിയെന്നാണ് അവൻ്റെ പിതാവ് പറയുന്നത്. എന്തായാലും ആ വീട്ടിൽ ഈ പാർട്ടി നടക്കുന്ന ദിവസം എല്ലാവരെയും വിളിച്ചെങ്കിൽ ഇവൻ വന്നില്ല. പക്ഷേ 7:40 അവിടുത്തെ CCTV ദൃശ്യത്തിൽ ഇവനെ കണ്ടു. ആ വീടിൻ്റെ പിന്നിനടുത്തൊരു മതിൽ ചാടി ഇവൻ ആ വീട്ടിനകത്ത് പ്രവേശിച്ചു. 7:40 അടുക്കളയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഇവൻ അകത്ത് കയറിയെന്ന് വേണം അനുമാനിക്കാൻ.
കാരണം വല്യുമ്മ രാത്രിയിൽ പാർട്ടി കഴിഞ്ഞ് 10:40 അവർ പിൻവശത്തെ വാതിലെല്ലാം അടച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ കയറാൻ ഒക്കില്ല. അപ്പോൾ ആ വീട്ടിലെ ചടങ്ങുകളെല്ലാം ഇവനെ ഈ CCTVയിലെ കൂടെ കാണുന്നുണ്ടല്ലോ. അത് ലിങ്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവൻ്റെ മൊബൈലിൽ ആരൊക്കെ വരുന്നു പോകുന്നു, എപ്പോഴവർ പാർട്ടി തീർന്നു എന്നുള്ള വിവരങ്ങളെല്ലാം അവൻ കണ്ടിരിക്കുന്നു. എന്തായാലും ഈ സംഭവത്തിന് ഈ പാർട്ടിക്ക് ശേഷം അവൻ വീട്ടിനുള്ളിൽ പ്രവേശിച്ചെന്ന് ഉറപ്പാക്കാം. രാത്രിയിൽ വല്യമ്മ ഉറങ്ങുന്ന മുറിയിൽ അവരൊരു മുറിയിൽ കിടക്കുന്നു, താഴത്തെ നിലയിൽ. അതിനടുത്ത മുറിയിൽ ഈ പെൺകുട്ടിയുടെ ഉമ്മ, നസ്രീനയുടെ ഉമ്മ കിടക്കുന്നു. താഴെ തന്നെയാണ് ഇളയ 2 കുട്ടികൾ. നസ്രീന 2ാം നിലയിലാണ് കിടക്കുന്നത്. അതിനടുത്ത് മറ്റൊരു മുറിയുണ്ട്. ഈ പിൻവശത്ത് നേരത്തെ വീടിനുള്ളിൽ പ്രവേശിച്ച അതിനാൽ 2ാം നിലയിൽ ആ ഒഴിവായി കിടക്കുന്ന മുറിയിൽ പോയി ഇരുന്നിരിക്കാം. എന്തായാലും രാത്രിയിലെ വല്യുമ്മ കണ്ണ് തുറന്ന് എന്തോ ശബ്ദം കേട്ട് തോന്നിയപ്പം അവരെ മുറിക്കകത്ത് ആരോ നടക്കുന്ന പോലെ തോന്നി. ചില ശബ്ദങ്ങളൊക്കെ കേട്ടു. അതോടുകൂടി വല്യമ്മ തൊട്ടടുത്ത മുറിയിലുള്ള മകളെ, അതിനാലിൻ്റെ നസ്രീനയുടെ ഉമ്മയെ വിളിച്ചു, അല്ലെങ്കിൽ മകളെ വിളിച്ചു. അവർ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അതിനുശേഷം അവർ ബന്ധുക്കളെ ഫോണിൽ വിളിച്ചു. അവരെല്ലാം കൂടെ ഓടി വന്ന് 2ാം നിലയിൽ നോക്കിയപ്പം ആ പെൺകുട്ടി അബോധാവസ്ഥയിലേക്ക് പോയി. അതിൻ്റെ കഴുത്തിലെ ഷോളിട്ട് മുറുക്കിയിട്ടുണ്ട്. ശരീരം ടേപ്പ് വെച്ച് ചുറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം ബിസിനസ്സുകാർ വലിയ പാക്കറ്റൊക്കെ വെക്കുന്ന ടേപ്പുകളുണ്ട്. അതിട്ട് കാലും കൈയും ഒക്കെ ചുറ്റി മുറുക്കി വെച്ചിരിക്കുന്നു. കൈയും ചുറ്റി മുറുക്കി വെച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ മുഖത്തും ഉണ്ട്. അതേ സമയത്ത് നിലവിളിക്കാതിരിക്കാനായിരിക്കണം അതിൻ്റെ വായുടെ ഭാഗത്താണ് ആ ടേപ്പ് തേച്ച് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയിട്ടുണ്ട്. ഏതായാലും ആൾക്കാരെല്ലാം ഓടിക്കൂടി ഈ കുട്ടിയെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മരണപ്പെട്ടിരിക്കുന്നു. കുട്ടിയെ അവർ ആ കുട്ടിയുടെ കിടക്കുന്ന മുറിയിൽ നോക്കിയപ്പം കണ്ടില്ല. തൊട്ടടുത്ത മുറിയിൽ അന്നേരം ഇവനെ അവിടെ കണ്ടു. അതിനാൽ അപ്പോൾ പെൺകുട്ടിയുടെ മുറിയിൽ അവനെ വലിച്ചിട്ടിട്ട് പൂട്ടി. കുട്ടിയെ അവർ ഇട്ട് ഈ ചുറ്റുപാടും ടേപ്പൊക്കെ ഒട്ടിച്ച് അതിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവനെ ആ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഈ കുട്ടിയും കൊണ്ട് ആശുപത്രിയിൽ പോയത്. കുട്ടി മരണപ്പെട്ട് അവർ തിരിച്ചു വന്നു. പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അതിൻ്റെ വാതിൽ തുറക്കാൻ അകത്തു നിന്ന് അവൻ കുറ്റിയിട്ടിരുന്നു. അവർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടന്നപ്പം അവൻ്റെ മുഖം മുഴുവൻ, കഴുത്ത് മുകളിലോട്ട് മുഴുവൻ ടേപ്പ് കൊണ്ട് ചുറ്റി ശ്വാസം മുട്ടി അവനും മരണപ്പെട്ടു. ഇത് ടേപ്പ് ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിലും മുഖത്തും തലയും ചെവിയും മൂക്കും വായും എല്ലാം ചുറ്റി ഒട്ടിച്ചാണ് അവൻ മരിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ അവൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവനിപ്പോൾ ITI പഠിക്കുന്നുണ്ട്. അവനെ പഠിക്കാൻ മണ്ടനാണ്. കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അവനതുകൊണ്ട് ITIക്ക് പോയി. മുഴീക്കൽ പൂതൻകുഴി മീത്തൽ വീട്ടിലെ അവൻ കയറി ഏത് ആ പാർട്ടി നടക്കുന്ന സമയത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 7:40-45 ഇവനെ മതിൽ ചാടി ആ അടുക്കള വാതിലിൻ്റെ അവിടെ നിൽക്കുന്ന ദൃശ്യം കിട്ടിയിട്ടുണ്ട്. 10:40 ഉമ്മ അല്ലെങ്കിൽ വല്യമ്മ അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ ആരോ അവിടെ അടച്ചിരിക്കുന്നു. ചിലപ്പോൾ മകൾ തന്നെ മരിച്ച ആ കൊച്ചുമകൾ തന്നെയായിരിക്കും അടച്ചത്. വീട്ടിൽ അന്ന് വിശേഷമായ എന്തോ ഒരു ഫങ്ഷൻ നടന്നു. അതിന് ഈ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരെയും വിളിച്ചെങ്കിൽ ഇവൻ മാത്രം വന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അവിടെ നിന്നൊരു ഫോൺ അദ്നാനിൻ്റെ കണ്ടെത്തി. മറ്റൊരു ഫോൺ കൂടെ അവനുണ്ട്, വാട്സാപ്പും. അവനെ ആ CCTV ദൃശ്യം ലിങ്ക് ചെയ്തിരിക്കുന്ന
ആ ഫോൺ കിട്ടിയിട്ടില്ല. അതെവിടെ പോയെന്നറിയില്ല. അവിടെയൊക്കെ പോലീസ് നോക്കി. ചേവായൂർ പുഷ്പ ജംഗ്ഷനിലെ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുകയാണ് അദ്നാൻ്റെ പിതാവ് അഷ്റഫ്. അഷ്റഫ് പറയുന്നത് ഇവനെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊരു കള്ളക്കഥ ഉണ്ടാക്കിയതാണ്. അവൻ 50,000 രൂപ മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ അവൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ഈ ചെറുക്കനെ മർദ്ദിച്ചു എന്ന് പറയണം. അപ്പോൾ അതൊരു വലിയ വൈരാഗ്യ കാരണമായിരുന്നു. അതിനൊക്കെ തുടക്കവും കാരണക്കാർ ആ പെൺകുട്ടി തന്നെയാണ് എന്ന് അവൻ കണക്കൂട്ടിയിട്ടുണ്ടാവും. ഈ പാർട്ടിക്ക് വിളിച്ചിട്ട് അവൻ പോയില്ല. ആ ദിവസം തന്നെ അവനെ ആ കുട്ടിയെ കൊല്ലാനായിട്ട് തിരഞ്ഞെടുത്തു. അതിനുശേഷം അവനും ജീവൻ ഒടുക്കി. ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു വാസന, അവരുടെ തീക്ഷ്ണമായ ഒരു സ്വഭാവം, അവരെ ശത്രുക്കളെ പെട്ടെന്ന് കൊല്ലുക. അത് അമ്മയായാലും ശരി, പിതാവായാലും ശരി, സഹോദരങ്ങളായാലും ശരി, വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അവർ കൊല്ലുന്നത്. അത് ഈ CCTV ദൃശ്യത്തിൽ മാത്രമല്ല, ഈ മൊബൈൽ ഫോണിൽ കൂടെയൊക്കെ പഠിച്ചിരിക്കാം. ഈ സെല്ലോ ഫോൺ ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ കൊച്ചിനെ കൊന്നു. അവനും ജീവനൊടുക്കിയത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ വാട്സാപ്പിൽ കൂടെയും മൊബൈൽ ഫോണിൽ കിട്ടുന്ന അറിവുകളാണെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെല്ലാം സംഭവ സ്ഥലത്ത് വന്നു. അവിടെ ചേവായൂർ ഇൻസ്പെക്ടർ മഹേഷാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത്. അവിടുത്തെ ACP KM ബിച്ചു ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഡോസ് കോഡ്, സൈബർ സെല്ല്, ഫോറൻസിക് അവരെല്ലാവരുടെയും സഹകരണം ഈ കേസിനകത്തോട്ട് വന്നിട്ടുണ്ട്. ഇവൻ്റെ മൊബൈൽ ഫോൺ ഒരെണ്ണം കണ്ടെത്താനുണ്ട്. ഇവൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെ ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. ഏതായാലും ചേവായൂർ പോലീസ് കൃത്യമായി, കാരണം ഇതിനകത്ത് സാക്ഷികളൊന്നുമില്ല, ആ കുട്ടിയെ കൊല്ലുന്ന ആരും കണ്ടിട്ടില്ല, അവന് ജീവൻ വെടിയുന്നതും ആരും കണ്ടിട്ടില്ല. അതേ സമയത്ത് നാട്ടുകാർ വന്നപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ടു, ആരും നേരിട്ട് കണ്ടിട്ടില്ല. വല്യമ്മ മാത്രം ആരോ മുറി കൂടെ നടക്കുന്നു എന്ന് മാത്രമേ എവിഡൻസ് ഉള്ളൂ. ഇവനും ആ കഴുത്തിലും തലയിലുമൊക്കെ ടേപ്പ് ഒട്ടിച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തണം. കാരണം അസ്വാഭാവികത ഇതിനകത്ത് പല സ്ഥലത്തും മുഴച്ച് നിൽക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം നടത്തുന്ന ആ ഉദ്യോഗസ്ഥന്മാർ ഏതായാലും നല്ല ജോലി ചെയ്തിട്ടുണ്ട്. ചില റീഡിങ് അസംഷനൊക്കെ കൊള്ളാമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ആ ഒരു കള്ളക്കഥ മെനഞ്ഞുകൊണ്ടാണ് അവന് ഈ വൈരാഗ്യം വന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഇവൻ ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ, ഇവൻ്റെ കൂട്ടുകാരാരാണ്ട് ഇവന് ഈ രീതിയിലുള്ള മറ്റെന്തെങ്കിലും, നമുക്കറിയാവില്ല, ഇപ്പോഴും പ്രേതത്തിനെ വരുത്തി ചെയ്യിക്കുന്ന അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ കുട്ടികൾ പോയിട്ടുണ്ടോ, കടന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ആ കാര്യം കൂടെ നോക്കണം. അതുകൊണ്ട് വളരെ കൂലങ്കഷമായിട്ട് ഈ കേസിൻ്റെ അന്വേഷണം നടത്തണം. കാരണം ഇപ്പോഴത്തെ തലമുറകൾ ഇതുപോലെയുള്ള പ്രവണതകൾ കൂടി വരുന്നത് കൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു, ഇയാൾക്ക് എങ്ങനെ ഈ 20 വയസ്സുകാരൻ 15 വയസ്സുകാരിയെ കൊന്നിട്ട് അവനും ജീവനൊടുക്കിയെന്ന്, അതിൻ്റെ കൃത്യത, അത് ഏത് രീതിയിലാണ് അവൻ്റെ മനസ്സഞ്ചാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് കുട്ടികളൊക്കെ ഈ രീതിയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടത്. കാരണം അവന് 20 വയസ്സേ ആയിട്ടുള്ളൂ. കൊച്ചുകുട്ടിയുടെ മുഖവും ഇങ്ങനെയുള്ള പ്രവർത്തികൾ കുട്ടികൾ ചെയ്തെന്ന ധാരാളം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. ശാസ്ത്രീയമായിട്ട് ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു പോലീസ്.